and are passionate and tough. 5, 4, 3, 2, 1, ignition. 8 ദിവസത്തെ ദൌത്യത്തിനായി രാജ്യാന്തര ബഹിരാകാശ നിലയത്തിലേക്ക് പോയതായിരുന്നു നാസ ബഹിരാകാശ യാത്രികരായ സുനിത വില്യംസും ബച്ച് വിൽമോറും. എന്നാൽ 2024 ജൂൺ 5 ബോയിങ്ങിന്റെ സ്റ്റാർ ലൈനർ ബഹിരാകാശ പേടകത്തിൽ ISSലേക്കുള്ള യാത്ര ആരംഭിച്ച ഇരുവരും സാങ്കേതിക സങ്കീർണതകൾ കാരണം തിരിച്ചുവരാൻ പറ്റാത്ത രീതിയിൽ കുടുങ്ങിയെന്നും റിപ്പോർട്ടുണ്ടായിരുന്നു. നാസയുടെ ഏറ്റവും പുതിയ റിപ്പോർട്ട് അനുസരിച്ച് ഇനി ബോയിങ് സ്റ്റാർ ലൈനർ യാത്രികരെയും കൊണ്ട് തിരിച്ചെത്താൻ 8 മാസത്തിലേറെ സമയമെടുക്കുമെന്നാണ് പറയപ്പെടുന്നത്. 2025 വരെ ഭ്രമണപഥത്തിൽ തുടരുമെന്ന് വിവിധ മാധ്യമ റിപ്പോർട്ടുകളും ഉണ്ടായിരുന്നു. ദൌത്യത്തിനായി പോയ നാസ ബഹിരാകാശ യാത്രികരായ സുനിത വില്യംസും ബുച്ച് വിൽമോറും ഇപ്പോൾ അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ ആദ്യം ആസൂത്രണം ചെയ്തതിലും വളരെ ദൈർഘ്യമേറിയ ദിവസങ്ങളാണ് ചിലവഴിക്കുന്നത്. ബഹിരാകാശ യാത്രികരെ തിരിച്ചു കൊണ്ടുവരാനായി സ്പേസ് എക്സിന്റെ ക്രൂ ഡ്രാഗൺ ഉപയോഗിക്കുന്നതിനെ കുറിച്ച് നാസ ആലോചിക്കുന്നുമുണ്ട്. അപ്പോൾ ഉയർന്നു വരുന്ന ഒരു ചോദ്യമുണ്ട്: ഇത്രയും കാലം അവർ എങ്ങനെ ബഹിരാകാശത്ത് തുടരും? അവർക്ക് അതിജീവിക്കാനുള്ള സാമഗ്രികൾ ബഹിരാകാശത്തുണ്ടോ എന്നൊക്കെയാണ് ചോദ്യങ്ങൾ. നീണ്ട 8 മാസം ബഹിരാകാശത്ത് ഇവർ തുടരുകയാണെങ്കിൽ ബഹിരാകാശ യാത്രികരുടെ ആരോഗ്യം ഏത് രീതിയിലായി തീരുമെന്നതിൽ ആശങ്കയുണ്ട്. ഭൂമിയിൽ നിന്ന് ഏകദേശം 400 കിലോമീറ്റർ മുകളിലായി പരിക്രമണം ചെയ്യുന്ന ISS നമ്മുടെ ഗ്രഹത്തിന്റെ സംരക്ഷിത അന്തരീക്ഷത്തിനും കാന്തിക ക്ഷേത്രത്തിനും അപ്പുറത്താണ്. യൂറോപ്യൻ ബഹിരാകാശ ഏജൻസിയുടെ കണക്കുകൾ പ്രകാരം ഇത് ബഹിരാകാശ യാത്രികരെ സോളാർ റേഡിയേഷന്റെ അതായത് സൗര വികിരണത്തിന്റെ ഉയർന്ന തലത്തിലേക്ക് എത്തിക്കും. സ്റ്റേഷന്റെ ഭ്രമണപഥത്തിന്റെ ചില ഭാഗങ്ങളിൽ ഭൂമിയിലുള്ളതിനേക്കാൾ 30 മടങ്ങ് കൂടുതൽ വികിരണ അളവ് ഉണ്ടാകുമെന്നുള്ളതുകൊണ്ട് യാത്രികരുടെ ആരോഗ്യത്തിന് അത് ഹാനികരമായേക്കാമെന്നാണ് വിദഗ്ധർ പറയുന്നത്. ബഹിരാകാശ റേഡിയേഷനുമായി ദീർഘനേരം എക്സ്പോസ് ചെയ്യപ്പെടുമ്പോൾ ക്യാൻസർ, ടിഷ്യൂ കേടുപാടുകൾ, നാഡീവ്യവസ്ഥയുടെ തകരാറുകൾ എന്നിവ ഉൾപ്പെടെയുള്ള വിവിധ ആരോഗ്യ അപകടങ്ങൾക്ക് ഇടയാക്കും. ISSലെ റേഡിയേഷൻ എക്സ്പോഷർ 50 മുതൽ 20,000 മില്ലി സിവേർട്ടുകൾ വരെ ആയേക്കാം. ഇത് 150 മുതൽ 6,000 വരെ ചെസ്റ്റ് എക്സ്റേ റേകൾക്ക് തുല്യമാണെന്ന് നാസ റിപ്പോർട്ട് ചെയ്യുന്നു. റേഡിയേഷൻ ആശങ്കകൾ മാത്രമല്ല, മടങ്ങിവരവ് നീണ്ടുപോകുമ്പോൾ അത് അർത്ഥമാക്കുന്നത് മൈക്രോഗ്രാവിറ്റിയുമായി ദീർഘനേരം എക്സ്പോഷർ ചെയ്യുകയാണ് എന്നാണ്. ഇത് എല്ലുകൾക്കും പേശികൾക്കും കേടുപാടുകൾ വരുത്തിയേക്കാമെന്നാണ് റിപ്പോർട്ട്. അതുവഴി നട്ടെല്ല്, ഇടുപ്പ്, തുടയെല്ല് തുടങ്ങിയ പ്രധാന ഭാഗങ്ങളിൽ ഓരോ മാസവും ബഹിരാകാശ യാത്രികർക്ക് ബോൺ മാസ് 1% നഷ്ടപ്പെടുമെന്ന് നാസ പ്രസ്താവിക്കുന്നുമുണ്ട്. ഈ വെല്ലുവിളികൾക്കിടയിലും ബഹിരാകാശ യാത്രികർ ശുഭാപ്തി വിശ്വാസത്തോടെ അവിടെ തുടരുകയാണ്. 2024 ജൂലൈ 10 പുറത്തുവന്നൊരു റിപ്പോർട്ടിൽ ബഹിരാകാശത്ത് നിന്നുള്ള ഒരു ചുഴലിക്കാറ്റിന്റെ വികാസത്തെക്കുറിച്ചുള്ള തന്റെ നിരീക്ഷണങ്ങളെ പരാമർശിച്ച് ഞാൻ അതിന്റെ കുറച്ച് വീഡിയോ എടുത്ത് അയക്കുന്നു എന്ന് വില്യംസ് തന്റെ അനുഭവങ്ങൾ പങ്കുവെക്കുകയും ചെയ്തിരുന്നു.